ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാനൊരു വെറൈറ്റി വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. എന്നും ഷോർട്ട് മാത്രമേ അപ്ലോഡ് ചെയ്യാറുള്ളൂ. ഇന്ന് ലെങ്തി ആയിട്ടുള്ള വീഡിയോ ആക്കാമെന്ന് വിചാരിച്ചു. അതൊരു ഫുഡ് വ്ലോഗ് ആക്കാമെന്ന് വിചാരിച്ചു. വേറെ ഒന്നുമല്ല, വളരെ ടേസ്റ്റി ആയിട്ട് വളരെ ഈസി ആയിട്ട് എങ്ങനെ ചിക്കൻ്റെ ലിവർ കറി ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ അതിലോട്ടുള്ള വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെയാണ് നിങ്ങളീ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാനിവിടെ 1 കിലോ ലിവറാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതിലോട്ടുള്ള മസാലപ്പൊടികളും സവാളയും തക്കാളിയും ജിഞ്ചർ ഗാർലിക് പേസ്റ്റൊക്കെയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഒട്ടും വൈകാതെ എന്ത് ചെയ്യാം, വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ ഞാൻ സ്റ്റൗവിൽ കുക്കർ വെച്ചിട്ടുണ്ട്. ഇതാ കുക്കർ നന്നായി ചൂടായി വന്നതിന് ശേഷം 8 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇത് വെളിച്ചെണ്ണയിൽ മാത്രം ഉണ്ടാക്കാൻ ശ്രദ്ധിക്കുക, എന്നാൽ നമ്മൾ വിചാരിച്ചിട്ടുള്ള ആ ഒരു ടേസ്റ്റ് ആയിട്ട് നമുക്കിത് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അതുപോലെ വെളിച്ചെണ്ണ നന്നായി ചൂടായി വന്നതിന് ശേഷം 2 സവാളയാണ് കേട്ടോ കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നമ്മൾ എത്രയാണോ ലിവർ എടുത്തിട്ടുള്ളത് 1 കിലോൻ്റെ കണക്കിലുള്ള കാര്യങ്ങളാണ് ഞാൻ അവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ സവാളൊക്കെ നന്നായി വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ആവശ്യത്തിലുള്ള ഉപ്പും ചേർത്ത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടി ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കുക. ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നന്നായി ഇളക്കി യോജിപ്പിക്കുക. ഇനി ഇതിലോട്ട് ആവശ്യത്തിലുള്ള കറിവേപ്പിലയും കൂടി ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കുക കേട്ടോ. ഇപ്പോൾ ഇതാ സവാളൊക്കെ നന്നായി വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 1.5 ടീസ്പൂണ് ഉലുവ ചേർത്ത് കൊടുക്കുക. നമ്മൾ എത്രയാണോ ലിവർ എടുക്കുക അതിനനുസരിച്ചിട്ട് വേണം ഓരോ കാര്യങ്ങളും ചേർത്ത് കൊടുക്കാൻ. ഇപ്പോൾ 2 കിലോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ 4 സവാളൊക്കെ വേണ്ടി വരും കേട്ടോ. ഇനിയിപ്പോൾ 1/2 കിലോനാണെന്നുണ്ടെങ്കിൽ ഒരൊറ്റ ഉള്ളി ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ അത് ഉള്ളിയൊക്കെ നന്നായി വഴന്ന് വന്നു. ഇനി ഇതിലോട്ട് തക്കാളി ചേർത്ത് കൊടുക്കുക. തക്കാളി നന്നായി വഴന്ന് വന്നതിന് ശേഷം നമുക്ക് ഇതിലോട്ട് മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ തക്കാളി ഏകദേശം നന്നായി വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഫസ്റ്റായിട്ട് മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. മഞ്ഞൾപ്പൊടി ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് 1/2 ടീസ്പൂണാണ്. ഇനി ഇതിലോട്ട് ചിക്കൻ മസാലപ്പൊടി അത് 2 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇട്ട് കൊടുത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. തീരെ വെള്ളം ചേർക്കരുത് കേട്ടോ, വെള്ളം ചേർക്കാതെ വേണം തീ സിമ്മിലിട്ടിട്ടാണ് ഇതൊക്കെ ചെയ്യാൻ. ഇനി ഇതിലോട്ട് 1 ടീസ്പൂണ് ഗരം മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ കുരുമുളക് പൊടി 1.5 ടീസ്പൂൺ എടുത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി മുളകും പൊടി ആവശ്യത്തിന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ എരിവിനനുസരിച്ചിട്ട് വേണം മുളകും പൊടിയും അതുപോലെ തന്നെ കുരുമുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാൻ. അപ്പോൾ അതാ നന്നായി ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. അതിൻ്റെയൊക്കെ സ്മെല്ല് മാറുന്നത് വരെ നമ്മൾ എന്ത് ചെയ്യുക, നന്നായി ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. അപ്പോൾ മല്ലിയിലും കൂടി ഇട്ട് കൊടുത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുക. വെള്ളം ചേർത്ത് കൊടുത്ത് അപ്പോൾ ഏകദേശം നമ്മളെ കറിയൊക്കെ സെറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് മെയിനായിട്ടുള്ള നമ്മളെ ഇൻഗ്രീഡിയൻറ്റ്, അതായത് നമ്മുടെ ചിക്കൻ്റെ ലിവർ ഇനി ചേർത്ത് കൊടുക്കുകയാണ്. ഈ ചിക്കൻ്റെ ലിവർ ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ കൂടുതൽ ഇളക്കരുത് കേട്ടോ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അത് ഉടഞ്ഞ് ആകെ കറിയൊക്കെ കുളമാവും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ചേർത്ത് കൊടുക്കരുത്. ഒരു ചെറുതായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഇനി ഇതെന്ത് ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ അടച്ചിട്ട് 3 വിസിലാവുന്നത് വരെ വേവിക്കാം. ഇപ്പോൾ അതാ നമ്മൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ലിവർ കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ ചൂടുള്ള പൊറോട്ടൻ്റെ കൂടെ ചപ്പാത്തിൻ്റെ കൂടെയൊക്കെ വളരെ ടേസ്റ്റി ആയിട്ട് നമുക്കിത് കഴിക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയുമായി വരുന്നത് വരെ ഓക്കെ, ബൈ, അസ്സലാമു അലൈക്കും.